ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു ഹാരോസ് കാർണിവൽ. ഇവിടെ നമ്മുടെ ഡോങ്പിലാണെങ്കിൽ ആ ഒരു ഫൗണ്ടെയിൻ ഇങ്ങനെ അടിച്ച് തകർത്തോണ്ടിരിക്കുകയാണ്. ഈ ഒരു ടൈമിൽ അവിടെ നിന്ന് അവൻ ആ ഒരു ശവശരീരം കിട്ടാണ്. അതിലെ വ്യക്തിയുടെ മുഖം കണ്ട് ഇവനാകെ ഞെട്ടി നിൽക്കാണ്. അത് മറ്റാരുടെയും ആയിരുന്നില്ല, നമ്മുടെ യൂൻഹയുടെ ബോഡിയായിരുന്നു കേട്ടോ. അവിടെ വെച്ച് കട്ടിയിട്ട് 10 മണിക്കൂർ മുമ്പുള്ള ഒരു കാഴ്ച നമ്മളെ കാണിക്കുകയാണ്. ഇവിടെ നമ്മുടെ ഡാൻറ്റിയുടെ സെക്രട്ടറിയും ഡോങ്പിലൂടെ ഇരുന്ന് കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ വളരെ നല്ല കൂട്ടുകാരാട്ടോ. ഈ ഒരു ടൈമില് ഡാൻറ്റിയുടെ സെക്രട്ടറി ഡോങ്പിലിനെ വാങ്ങിച്ചാണ്, നീ ഇപ്പൊ ചെയ്യുന്നതെല്ലാം നിർത്തിക്കോ, മതി, ആ ഒരു ഫൗണ്ടൈന്റെ കാര്യം നീ മറന്നേക്ക്, ഡാൻറ്റിക്ക് നിന്നെ നല്ല സംശയമുണ്ട്. അപ്പൊ ഇത് കേട്ട് ഡോങ്പിൽ അത് വക വെക്കുന്നില്ല. അവൻ പറയാണ്, നിനക്കറിയാലോ ഇതെന്റെ അവസാനത്തെ പ്രതീക്ഷയാണ്, ഇതിലൂടെ മാത്രമേ ഞാൻ നിരപരാധിയാണ് എന്നെനിക്ക് തെളിയിക്കാൻ സാധിക്കൂ. ഈ ഒരു ടൈമില് സെക്രട്ടറി ശബ്ദമുണ്ടാക്കുന്നതനുസരിച്ച് ഗാർഡ്സ് ആണെങ്കിൽ ഈ ഒരു ഡോങ്പിലിനെ മയക്കുവെടി വെച്ച് ഇടാൻ കേട്ടോ. അതിനുശേഷം ബോധമില്ലാതിരുന്ന ഡോങ്പിലിനെ ആ ഒരു ജിംബോയിലുള്ള വില്ലയിൽ എത്തിക്കാണ്. കുറച്ചു നേരം കഴിഞ്ഞപ്പം നമ്മുടെ കെങ്ങും ആ ഒരു വില്ലയിൽ വരാണ്. അവിടെ ഉണ്ടായിരുന്ന ഒരു വേലക്കാരി കെങ്ങിന് ഒരു ജ്യൂസ് കൊണ്ട് കൊടുക്കാണ്. ഇത് കുടിച്ച ശേഷം അവളുടെ ബോധം പോവാണ്. ഡാൻറ്റി പറഞ്ഞതനുസരിച്ച് എൻബിയോളായിട്ട് ഇപ്പൊ പിങ്ക് ആ ഒരു വില്ലയുടെ വെളിയിൽ വന്ന് നിൽക്കാണ്. അവള് ആ ഒരു കാറിൽ ഇറങ്ങി ഡാൻറ്റിയോട് സംസാരിക്കാൻ വരുന്ന ആ ഒരു ടൈമില് ഡാൻറ്റിയുടെ ആളുകള് ഇവളെ മുഖംമൂടി അണിയിച്ച് അവിടുന്ന് പിടിച്ചുകൊണ്ട് പോവുകയാണ്. ഡാൻറ്റി അവളുടെ പിന്നാലെ പോകാൻ തുടങ്ങുന്ന ആ ഒരു ടൈം ആയപ്പോഴേക്കും ഇവളെ ഫോളോ ചെയ്തെന്ന് യൂൻഹെ പെട്ടെന്ന് തന്നെ തന്റെ കാറിൽ നിന്നിറങ്ങി എൻബിയോളുണ്ടായിരുന്ന പിങ്കിന്റെ കാർ കയറി വേഗം തന്നെ ഓടിച്ച് പോവാണ്. ഡാൻറ്റി സമയം പാഴാക്കാതെ യൂൻഹെ വന്ന ആ ഒരു കാർ കയറി യൂൻഹെ ഫോളോ ചെയ്ത് പോയിക്കൊണ്ടേ ഇരിക്കുകയാണ്. അങ്ങനെ അവര് അതിവേഗം തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം ഒരു മലയുടെ താഴ്വാരത്തിലൂടെയാണ് ഇവര് പോയിക്കൊണ്ടിരിക്കുന്നത്. ചുറ്റും പാറക്കെട്ടുകൾ നിറഞ്ഞിരിക്കുകയാണ്. താഴെയാണെങ്കിൽ ഒരു വലിയ നദിയാണ് കേട്ടോ. അങ്ങനെ യൂൻഹെ വളരെ വേഗം തന്നെ വണ്ടി ഓടിച്ചുകൊണ്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി അങ്ങോട്ട് മുന്നോട്ട് പോകാൻ സാധിക്കില്ല. അവള് വണ്ടി റിവേഴ്സ് എടുക്കുന്ന ആ ഒരു ടൈം ആയപ്പോഴേക്കും ഡാൻറ്റി അവിടെ എത്തിച്ചേർന്നു. ഇവനാണെങ്കിൽ വളരെ വേഗം തന്നെ യൂൻഹയുടെ വണ്ടിയിലേക്ക് ആഞ്ഞിടിക്കുകയാണ്. അങ്ങനെ ഇടിച്ചിടിച്ച് ഇവളുടെ വണ്ടിയെ ആ ഒരു പാറയിടുക്കിന്റെ അറ്റത്ത് വരെ ഇവൻ എത്തിക്കുകയാണ്. അതെ, ഇവളെ ടോർച്ചർ ചെയ്ത് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അവൾ പെട്ടെന്ന് തന്നെ ആ ഒരു വണ്ടിയിൽ നിന്ന് ഇറങ്ങാണ്. അതുപോലെ എൻബിയോളിനെ അതിൽ നിന്ന് രക്ഷിക്കാൻ ഇവള് ശ്രമിക്കുന്നുണ്ട്. പക്ഷെ അവൾക്ക് പറ്റുന്നില്ല. അവള് വേഗം ആ ഒരു കാറിന്റെ ബാക്കിൽ പോയി അതിനെ ബാലൻസ് ചെയ്ത് ഇങ്ങനെ നിൽക്കാണ്. ഡാൻറ്റി വീണ്ടും ഇങ്ങനെ ആ ഒരു വണ്ടി വീണ്ടും വീണ്ടും അവളുടെ വണ്ടിയിലേക്ക് ഇടിച്ചോണ്ടേ ഇരിക്കുകയാണ്. ഇതേ സമയം തന്നെ നമ്മുടെ സ്യോജനും സുറിയോനും യൂൻഹെ പറഞ്ഞനുസരിച്ച് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. വഴി വെച്ച് ഇവരാണെങ്കിൽ പോലീസുകാരെ കാണുന്നുണ്ട്. അവരോട് ഇറങ്ങി സംസാരിച്ചിരിക്കുന്ന ടൈമിലാണ് പോലീസുകാർക്ക് ഒരു റിപ്പോർട്ട് വരുന്നത്. എൻബിയോളിനെ തട്ടിക്കൊണ്ടുപോയി എന്ന് പറയുന്ന വണ്ടി ഇപ്പം ആ ഒരു മലയുടെ താഴ്വാരത്തിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് കേട്ടപാടെ സ്യോജൻ വേഗം തന്നെ സുറിയോന്റെ വണ്ടിയെ കയറി വേഗം അങ്ങോട്ട് ഓടിച്ചു പോവുകയാണ്. ഡാൻറ്റി വീണ്ടും അവളുടെ വണ്ടിയിൽ ഇങ്ങനെ ഇടിച്ചുകൊണ്ടിരിക്കുന്ന ടൈമിലാണ് അവൻ പോലീസ് വണ്ടികളുടെ ശബ്ദം കേൾക്കുന്നത്. ഡാൻറ്റി ആണെങ്കിൽ ആ ഒരു കാറിൽ നിന്ന് ഇറങ്ങി വന്ന് യൂൻഹെ ഉണ്ടായിരുന്ന കാറിലെ അവളുടെ ബാഗിൽ നിന്നും ആ ഒരു ഫയൽ എടുത്ത് അവൻ അവിടെ നിന്ന് പോവുകയാണ്. യൂൻഹെ ആണെങ്കിൽ ആ ഒരു കാറിനെ ഇങ്ങനെ ബാലൻസ് ചെയ്ത് നിൽക്കുകയാണ്. പെട്ടെന്ന് അവളുടെ പിന്നിലുണ്ടായിരുന്ന പാറ താഴേക്ക് വീണാണ്. എന്തെങ്കിലും അവള് ആ ഒരു കാറിനെ ഇങ്ങനെ ബാലൻസ് ചെയ്ത് നിൽക്കുകയാണ്. ഈ ഒരു ടൈമിൽ പെട്ടെന്ന് സുറിയോൻ തന്റെ മുമ്പിലേക്ക് വരുന്നതായിട്ടൊക്കെ ഇവള് തോന്നുന്നുണ്ട്. സുറിയോൻ ചോദിക്കുകയാണ്, പറ യൂൻഹെ, എന്ത് സത്യമാണ് നിനക്ക് എന്നോട് പറയാനുണ്ടായിരുന്നത്? അപ്പൊ യൂൻഹെ പറയുന്നുണ്ട്, ചേച്ചി, കെങ് നിന്റെ സ്വന്തം മോളാണ്, ഡാൻറ്റി നിങ്ങളെ ചതിക്കുമായിരുന്നു എന്നൊക്കെ യൂൻഹെ പറയുന്നുണ്ട്. പക്ഷെ ഇതൊക്കെ വെറും തോന്നല് മാത്രമായിരുന്നു കേട്ടോ. കുറച്ചു നേരം കഴിയുമ്പം സ്യോജനാണെങ്കിൽ അങ്ങോട്ടേക്ക് വരാണ്. അപ്പൊ അവളുടെ കാറിന് മുന്നോട്ട് വരാൻ സാധിക്കുന്നില്ല. അവളാണെങ്കിൽ കാർ നിർത്തിയിട്ട് അങ്ങോട്ടേക്ക് ഓടി ഓടി വരികയാണ്. സുറിയോനും പോലീസുകാരും ഈ ഒരു സ്ഥലത്തേക്ക് വരുന്ന സമയത്ത് തന്നെയാണ് ഇവരുടെ കാറിനെ പാസ് ചെയ്ത് ഡാൻറ്റിയും അവന്റെ ആളുകളും പോകുന്നത്. പക്ഷെ ഇവര് കാണുന്നില്ല കേട്ടോ. സുറിയോനൊക്കെ ആ ഒരു സ്ഥലത്തെത്തുമ്പം അവിടെ എൻബിയോള് ഇങ്ങനെ കിടപ്പുണ്ട്. അവളുടെ അടുത്ത് നിലവിളിച്ചോണ്ട് സ്യോജൻ ഇരിപ്പുണ്ട്. മോളെ എൻബിയോളെ കണ്ണുറക്കുക. അപ്പൊ സുറിയോൻ നോക്കുമ്പം യൂൻഹെ അവിടെ എങ്ങുമില്ല. അവള് വേഗം ഇത് സ്യോജന്റെ അടുത്തൊന്ന് ചോദിക്കുന്നുണ്ട്, യൂൻഹെ എവിടാണ്, അവളെ നീ കണ്ടില്ലേ എന്നൊക്കെ ചോദിക്കുമ്പം സ്യോജനാണെങ്കിൽ ഒരു ഭ്രാന്തായ പോലെ ഒന്നും മിണ്ടുന്നില്ല. ഇവള് എൻബിയോളെ എന്ന് മാത്രമേ വിളിക്കുന്നുള്ളൂ. അപ്പൊ പോലീസുകാരും സുറിയോനും അവിടെയൊക്കെ യൂൻഹയെ നോക്കുന്നുണ്ട്. അവിടെ കാണുന്നില്ല. പെട്ടെന്നാണ് സുറിയോന് യൂൻഹയുടെ ഒരു ഷൂ അവിടുന്ന് കിട്ടുന്നത്. അതെ, അതില് ചോരക്കറ പൂണിട്ടുണ്ടായിരുന്നു. അവള് വീണ്ടും വന്ന സ്യോജനോട് ചോദിക്കുന്നുണ്ട്, നീ കണ്ടില്ലേ യൂൻഹെ, അവൾക്ക് എന്താണ് പറ്റിയത്? അപ്പൊ സ്യോജൻ പറഞ്ഞു, എനിക്കറിയില്ല, ഞാൻ വന്നപ്പം
എന്റോള് ഇവിടെ കിടക്കുമായിരുന്നു, പക്ഷേ ആരുടെ ഒരു അലർച്ച ഞാൻ കേട്ടായിരുന്നു എന്ന് മാത്രം സ്യോജിൻ പറയാണ്. അപ്പൊ പോലീസുകാരൊക്കെ അവിടെ തിരയാണ്. അവർക്ക് മനസ്സിലായി 2 കാറുകൾ ഈ ഒരു നദിയിലേക്ക് വീണിട്ടുണ്ടെന്ന്. പക്ഷെ അപ്പോഴേക്കും ശക്തമായ ഇടിയൊക്കെ വെട്ടുന്നുണ്ട്. ഈ ഒരു മഴ സമയത്ത് എന്തായാലും തിരച്ചിലുകാർക്ക് ഇവിടെ ഇറങ്ങി ആ ഒരു ബോഡിയോ അല്ലെങ്കിൽ യൂൻഹെയോ ഒന്നും കണ്ടുപിടിക്കാൻ സാധിക്കില്ല എന്ന് പോലീസുകാർ അവരോട് പറയാണ്. എങ്കിലും സുറിയോൻ ആ ഒരു അറ്റത്ത് ആ ഒരു പാറയിടുക്കി തന്നെ നിൽക്കാണ്. യൂൻഹെ യൂൻഹെ എന്നവളിങ്ങനെ നിലവിളിക്കാണ്. പോലീസുകാര് അവളെ കൂട്ടിക്കൊണ്ട് അവിടെ നിന്ന് പോവുകയാണ്. ഡാൻറ്റെ വളരെ സന്തോഷത്തോടെ തന്റെ കയ്യിലുണ്ടായിരുന്ന ആ ഒരു ലാബിന്റെ റിസൾട്ട് പോലും ഇങ്ങനെ തുറന്ന് നോക്കുമ്പം ഇവൻ വിചാരിച്ചത് അത് DNA ടെസ്റ്റ് റിസൾട്ട് ആണെന്നാണല്ലോ. പക്ഷേ അതിലുണ്ടായിരുന്നത് വേറെ പരസ്യ പേപ്പറുകളായിരുന്നു കേട്ടോ. അതെ, യൂൻഹെ വളരെ വിദഗ്ധമായി തന്നെ അവനെ ചതിച്ചിരിക്കുന്നു. അപ്പൊ ഡാൻറ്റയ്ക്ക് മനസ്സിലാവുന്നു ആ DNA ടെസ്റ്റ് റിസൾട്ട് ഉറപ്പായും യൂൻഹയുടെ ആ ഒരു ജാക്കറ്റ് തന്നെ ഉണ്ടായിരിക്കും. അങ്ങനെ അവന്റെ ഗാർഡ്സിന് ഓർഡർ കൊടുക്കാണ് എത്രയും പെട്ടെന്ന് യൂൻഹയുടെ ബോഡി കണ്ടുപിടിക്കാനായിട്ട്. അങ്ങനെ സെക്രട്ടറിയും മറ്റുള്ളവരും ചേർന്ന് ആ ഒരു നദിയിൽ നിന്ന് യൂൻഹയുടെ ബോഡി കണ്ടുപിടിക്കുകയാണ്. അവരിപ്പോ നേരെ പോയിരിക്കുന്നത് ഹെറ പാലസിലേക്കാണ്. അതെ, ആ ഒരു പ്രതിമയുടെ താഴെയുള്ള ഫൗണ്ടെയിനിലേക്കാണ്. ഡാൻറ്റെ പറയുന്നു, എനിക്ക് അറിയണമല്ലോ ഡോങ്പിൽ എന്തായിരിക്കും ഈ ഒരു ഫൗണ്ടെയിനിൽ ഇത്രയും ആകാംക്ഷമായി തിരിയുന്നത്. അങ്ങനെ അവര് അവിടെ തിരിഞ്ഞോണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മുടെ സെക്രട്ടറി യൂൻഹയുടെ ബോഡിയിൽ നിന്ന് കണ്ടെത്തിയ ആ ഒരു DNA ടെസ്റ്റിന്റെ റിസൾട്ടും അതോടൊപ്പം ലോഗന്റെ സേഫിലേക്കുള്ള ആ ഒരു കീയും ഡാൻറ്റയെ ഏൽപ്പിക്കുകയാണ്. ഒരു വെടിക്ക് 2 പക്ഷികളാണല്ലോ ഡാൻറ്റയുടെ കയ്യിൽ ഇപ്പം കിട്ടിയിരിക്കുന്നത്. $10 ബില്യൺ അവകാശമായിരിക്കല്ലോ ഡാൻറ്റി. അതിന്റെ സന്തോഷത്തില് അവരിങ്ങനെ ചിരിച്ചുകൊണ്ട് നിൽക്കുകയാണ്. നമ്മുടെ ആ ഒരു ഡോങ്പില് ഉറക്കത്തിൽ നിന്ന് എണീക്കുമ്പം താനൊരു വില്ലയിലാണ്. അവൻ വേഗം തന്നെ ഹെറ പാലസിലേക്ക് പോവാണ്. ഒരു ചുറ്റികയുമായിട്ട് അവൻ ആ ഒരു ഫൗണ്ടൻ എടുത്ത് എത്താണ്. അത് തല്ലി പൊളിക്കാണ്. അവന് അവിടെ നിന്ന് യൂൻഹയുടെ ആ ഒരു ഡെഡ് ബോഡി കിട്ടാണ്. അവനാകെ ഞെട്ടി നിൽക്കാണ്. അവിടെ മറിഞ്ഞു നിന്നിരുന്ന ഡാൻറ്റെ പുറത്തേക്ക് ഇറങ്ങി വരികയാണ്. അവനൊരു ചിരിയോടെ ഡോങ്പിലോട് ചോദിക്കണം, അല്ല നീ വല്ലാതെ സർപ്രൈസ് ആയതുപോലെ നിൽക്കുകയാണല്ലോ. കൊലയാളിയായ ഡോങ്പിലെ അന്ന് 6 വർഷങ്ങൾക്ക് മുമ്പ് നീ ആ ഒരു മീസൂക്കിനെ കൊന്നു. ഇപ്പോഴിതാ ഓ യൂൻഹെയും. എന്നാലും എന്തിനു വേണ്ടിയാണ് ഈ പാവം സ്ത്രീയെ നീ കൊന്നു കളഞ്ഞത്? ഡോങ്പിലായിരുന്നു. ഇല്ല, ഞാൻ ആരെയും കൊന്നിട്ടില്ല. എനിക്കറിയില്ല ഈ ഒരു ശവശരീരം എങ്ങനെയാണ് ഇവിടെ വന്നതെന്ന്. ഡാൻറ്റെ പറയുന്നു, അല്ല അതെങ്ങനെ നിനക്ക് പറയാൻ സാധിക്കും? നിനക്കെതിരായ ഒരു സാക്ഷിയായി ഞാൻ ഇവിടെ തന്നെ ഉണ്ടല്ലോ. അപ്പൊ ഡോങ്പിൽ ആകെ ദേഷ്യത്തോടെ ഡാൻറ്റയുടെ കോളർ കയറി പിടിക്കാണ്. എനിക്കറിയാം നീയല്ലേ ഇവളെ കൊന്നത്, എന്തിനു വേണ്ടിയാണ് നീ ഇവളെ കൊന്നത് എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ഡാൻറ്റയുടെ കഴുത്തിൽ ഇങ്ങനെ മുറുക്കുന്നുണ്ടായിരുന്നു. ഡാൻറ്റെ പറഞ്ഞു, ഓ ഇപ്പൊ നീ എന്നെയും കൊല്ലാൻ ശ്രമിക്കുകയാണ്. അപ്പൊ ഈ ഒരു ദൃശ്യം റെക്കോർഡ് ചെയ്തോണ്ട് നമ്മുടെ ഡാൻറ്റയുടെ സെക്രട്ടറി അവിടെ നിന്ന് ഇറങ്ങി വരുന്നുണ്ടായിരുന്നു കേട്ടോ. ഡോങ്പിൽ ഈ ഒരു സെക്രട്ടറിയെ വിളിക്കുന്നുണ്ടെങ്കിലും ഡാൻറ്റെ ഭയന്ന് അവനൊന്നും മിണ്ടാത്തതൊക്കെ ഇങ്ങനെ റെക്കോർഡ് ചെയ്തോണ്ടിരിക്കുകയാണ്. ഡാൻറ്റെ പറയുന്നു, അന്ന് ആ ഒരു ബോഡി മീസൂക്കിന്റെ ബോഡി ആ ഒരു ഡാമിൽ ഞങ്ങളെല്ലാം തിരഞ്ഞെങ്കിലും ആ ഒരു ബോഡി അവിടെ നിന്ന് ഞങ്ങൾക്ക് കിട്ടിയില്ല. എന്തിനു വേണ്ടിയായിരുന്നു നീ എന്ന് ഈ ഒരു ഫൗണ്ടെയിനിൽ അതിനെ അടക്കം ചെയ്യുന്ന എന്നൊരു ചോദ്യം എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. ഇപ്പോഴല്ലേ അതിന് പിന്നിലെ ആ ഒരു രഹസ്യം എനിക്ക് കിട്ടിയത്. അന്ന് മീസൂക്കിനെ കാണാൻ വന്ന ദിവസം അവളുടെ ഫോൺ റെക്കോർഡിംഗ് ആയിരുന്നു. ഞാനും അവളും സംസാരിച്ച എല്ലാ കാര്യങ്ങളും, അതുപോലെ തന്നെ ഞാൻ അവളെ കൊല്ലുന്ന ദൃശ്യം ഉൾപ്പെടെ ആ ഒരു ഫോണിൽ എല്ലാം റെക്കോർഡ് ആവുന്നുണ്ടായിരുന്നല്ലേ. അത് അന്ന് തന്നെ നീ മനസ്സിലാക്കിയിരുന്നു. ആ ഒരു ഫോണും ഈ ഒരു ഫൗണ്ടെയിനിൽ നീ കുഴിച്ചിട്ടായിരുന്നു. ഇതായിരുന്നല്ലേ ആ ഒരു ഫോൺ. എന്നെ ചതിക്കാൻ നീ ശ്രമിച്ചല്ലേ? ഡോങ്പിന് പറയുന്നു, നീ എനിക്ക് വാക്ക് തന്നെയല്ലേ ആ ഒരു കൊലപാതകം ഞാൻ ഏറ്റെടുത്ത എൻ്റെ ഭാര്യയും എൻ്റെ മോളെയും നീ സംരക്ഷിക്കുമെന്ന്. പക്ഷേ നീ ചെയ്തേന്താ? നീ എൻ്റെ മോളോട് ചേർന്നെന്ന് നിന്റെ എൻ്റെ മോളെ നിങ്ങൾ ടോർച്ചർ ചെയ്യാറുന്നില്ലേ? അതെ, അതിനുവേണ്ടിയാണ് ഞാൻ ഈ ഒരു പ്രതികാരം ചെയ്യുന്നത്. നിന്നോടും നിന്റെ മോളോടും എനിക്ക് അതിയായ വെറുപ്പാണ്. ഡാൻറ്റെ പറഞ്ഞു, ഓഹോ ആ ഒരു വെറുപ്പുകൊണ്ടായിരിക്കുമല്ലേ നീ എങ്ങനെ കൊന്ന് കളഞ്ഞത്? എന്ത്, കെങ് മരിച്ചെന്നോ? ഞാൻ ഇന്ന് ദിവസം അവളെ കണ്ടിട്ട് കൂടിയില്ല. ഡാൻറ്റെ പറഞ്ഞു, നോണ പറയില്ല നീ. ഇന്നലെ രാത്രി നീ ഇറങ്ങിയ അതേ വില്ലയിൽ തന്നെയായിരുന്നു കെങ്ങും ഇന്നലെ രാത്രിയിൽ ഉണ്ടായിരുന്നത്. തെളിവുകളെല്ലാം നിനക്ക് എതിരാണല്ലോ ഡോങ്പിൽ.
6 വർഷങ്ങൾക്ക് ശേഷമല്ലേ നിന്റെ മകൾ നിന്നെ കാണുന്നത്. ഇപ്പോൾ ഇതാ വീണ്ടും നീ ആ ഒരു ജയിലിൽ പോയി നരകിക്കാനായിട്ട് പോവാണ്. നീ ഒന്നുകൊണ്ടും പേടിക്കണ്ട കേട്ടോ. നിന്റെ ഫാമിലിയെ ഞാൻ വളരെ ഹാപ്പി ആയിട്ട് തന്നെ പല ലോകത്തോട്ട് അയച്ചാളാം. നീ ഒന്നുകൊണ്ടും വിഷമിക്കണ്ട. കൊറിയയിലെ പുതിയ സീരിയൽ കില്ലർ എന്ന അവാർഡ് നിനക്ക് തന്നെ കിട്ടും കേട്ടോ എന്നൊക്കെ ഡാൻസ് ഇവരെ നോക്കി ഇങ്ങനെ ഭീഷണിപ്പെടുത്തി പരിഹസിച്ച് ചിരിക്കാണ് കേട്ടോ ഡോങ്ക്വിലിന്. അപ്പോഴാണ് ആ ഒരു കാര്യം മനസ്സിലാവുന്നത്. ഇവൻ ഡാൻസിയുടെ കൂടെ നിന്നേ പറ്റൂ. അവൻ വേഗം തന്നെ ഡാൻസിയുടെ കാല് പിടിക്കാണ്. പ്ലീസ് എനിക്ക് മാപ്പ് തരണം, ഞാൻ ചെയ്തിട്ട് എന്നോട് ക്ഷമിക്കണം, നിങ്ങൾ എന്ത് പറഞ്ഞാലും ഞാൻ ചെയ്തല്ലോ, പക്ഷേ എൻ്റെ കുടുംബം തകർക്കരുത്, എൻ്റെ കുടുംബത്തെ നിങ്ങൾ ഒന്നും ചെയ്യരുതെന്ന് ഡാൻറ്റിയുടെ കാലെ വീണ് ഇവൻ പറയുക. ഡാൻറ്റി പറഞ്ഞു, ഓ ഞാൻ എന്ത് നന്മയുള്ള മനുഷ്യനാണ്, ഓക്കെ ഞാൻ നിനക്ക് ഒരു ലാസ്റ്റ് ചാൻസും കൂടെ തരാം. എന്തായാലും ഈ യൂൻഹയുടെ ബോഡിയെ നീ തന്നെ കൊണ്ടുപോയി ആ നദിയിലേക്ക് കളഞ്ഞേക്ക്. അങ്ങനെ നമ്മുടെ ഡോങ്ക്വില് ഈ ഒരു സെക്രട്ടറിയുടെ കൂടെ ചേർന്ന് ആ യൂൻഹയുടെ ബോഡി വീണ്ടും അതേ നദിയിലേക്ക് തന്നെ കൊണ്ട് കളയാണ്. അപ്പൊ ഇതെല്ലാം നമ്മുടെ സെക്രട്ടറി റെക്കോർഡ് ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ പിറ്റേ ദിവസം ആവുകയാണ്. ഇവിടെ ആ ഒരു നദിയിൽ നിന്നും തിരച്ചിൽ സംഘം യൂൻഹയുടെയും അതുപോലെ ആ ഒരു മറ്റേ കാറുമൊക്കെ കണ്ടുപിടിക്കുന്നുണ്ട്. പക്ഷെ യൂൻഹയുടെ ബോഡി അവർക്ക് കിട്ടിയിട്ടില്ല. ഈ ഒരു വിവരം പറഞ്ഞാൽ നമ്മുടെ ഹൂനും ടോനയും ഓടി അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. ഈ ഒരു കാഴ്ചകളെല്ലാം കണ്ട് അവര് 3 പേരും സുറിയോനും ഹോനും റോനയൊക്കെ ആകെ തകർന്ന് നിൽക്കാണ്. ഇതേ സമയം നമ്മുടെ ഡാൻറ്റി മറ്റൊരു പ്ലാൻ ആസൂത്രണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ മീഡിയകളിലൊക്കെ ന്യൂസ് റിപ്പോർട്ട് ഇങ്ങനെയാണ്: എൻബ്യോളിനെ നമ്മുടെ യൂൻഹെ തട്ടിക്കൊണ്ട് പോയെന്നും അവളെ കൊല്ലാൻ ശ്രമിച്ചു എന്നൊക്കെയാണ് ന്യൂസിൽ കാണിക്കുന്നത്. അപ്പൊ ഈ ഒരു ന്യൂസ് നമ്മുടെ മിസ്സിസ് ക്യാങ്ങും ജേനി കണ്ടോണ്ടിരിക്കുകയാണ്. അവരൊക്കെ ആകെ ഞെട്ടിയിരിക്കുകയാണ് യൂൻഹയുടെ ആ ഒരു മരണവാർത്ത അറിഞ്ഞപ്പം. ഈ ഒരു ടൈമിലാണ് നമ്മുടെ ഡോങ്ക്വില് അങ്ങോട്ട് കയറി വരുന്നത്. ഇവനാണെങ്കിൽ ഇവർക്ക് മുഖം കൊടുക്കാതെ റൂമിലേക്ക് പോവാണ്. അപ്പൊ മിസ്സിസ് ക്യാങ് ഇവന്റെ കൂടെ റൂമിലോട്ട് ചെല്ലുമ്പോഴാണ് അവന്റെ മുഖമെല്ലാം ആകെ മുറിഞ്ഞിരിക്കുന്നത് ചോദിക്കുന്നത്. അപ്പൊ ഇവള് ചോദിക്കുന്നുണ്ട്, ഡാൻറ്റാണോ നിന്നോട് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? അല്ല, നീ പറഞ്ഞിരുന്നല്ലോ ആ ഒരു തെളിവിന്റെ കാര്യം, ആ ഒരു ഫൗണ്ടെയിനിൽ അതിനെ കുഴിച്ചിട്ടിരുന്നല്ലേ നീ പറഞ്ഞത്, അത് കിട്ടിയോ എന്നൊക്കെ ചോദിക്കുമ്പം ഡോങ്ക്വില് പറയുന്നു, അതിനെപ്പറ്റിയൊക്കെ നീ മറന്നേക്ക്, ഞാൻ എന്റെ പ്രതികാരം നിർത്തിവെക്കാണ്, എന്തിനാ നമുക്ക് വെറുതെ ഒരു പ്രതികാരമൊക്കെ. മിസ്സിസ് ക്യാങ് ചോദിക്കുന്നുണ്ട്, എന്താ ഡാൻറ്റനെ ബ്ലാക്ക് മെയിൽ ചെയ്യുന്നുണ്ടോ, ആ നാറി എന്തെങ്കിലും നിനക്കെതിരായിട്ട് ഉപയോഗിക്കുന്നുണ്ടോ എന്നൊക്കെ ഇവള് ചോദിക്കുമ്പം ഡാൻറ്റി നീ അങ്ങനെയൊന്നും വിളിക്കരുത് എന്ന് പറഞ്ഞാൽ ആകെ ദേഷ്യപ്പെട്ട് ഡോങ്ക്വില് അവിടുന്ന് പോവുകയാണ്. നമ്മുടെ ഡാൻറ്റി പോയിരിക്കുന്നത് ലോഗന്റെ ആ ഒരു ബാങ്കിലേക്കാണ്. അപ്പൊ അവൻ പ്രതീക്ഷിച്ചു പോയത് ആ ഒരു $10 ബില്യൺ കൈക്കലാക്കാമെന്ന് വെച്ചാണ്. പക്ഷേ ആ ഒരു വോൾട്ടിൽ കയറുമ്പോഴാണ് അവൻ ആ ഒരു സത്യം മനസ്സിലാക്കുന്നത്. അവിടെ കുറെ സ്വർണ്ണ ബിസ്ക്കറ്റുകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, $10 ബില്യൺ കാണാനില്ല. അവൻ ആകെ ഞെട്ടി നിൽക്കാണ്. ആ ഒരു ടൈമിലാണ് ലീയും അങ്ങോട്ടേക്ക് വരുന്നത്. ലീക്ക് യൂൻഹയുടെ മരണ വാർത്ത അറിഞ്ഞ ആ ഒരു ന്യൂസ് കണ്ടപ്പോഴേ മനസ്സിലായിരുന്നു ഡാൻറ്റി ആയിരിക്കും ഇതിനൊക്കെ പിന്നിൽ നിന്ന്. അതുകൊണ്ട് തന്നെയാണ് ഇവൻ ഡാൻറ്റിയെ ഫോളോ ചെയ്ത് ഈ ഒരു ബാങ്കിലേക്ക് വന്നേക്കുന്നത്. അപ്പം ലീ ആണെങ്കിൽ ഡാൻറ്റിയെ നല്ല രീതിയിൽ ഭീഷണിപ്പെടുന്നുണ്ട് കേട്ടോ. അങ്ങനെ ആ ഒരു ബാങ്കിൽ ഉണ്ടായിരുന്ന സ്വർണ്ണക്കെട്ടുകള് ഇവര് രണ്ടുപേരും പപ്പാതിയായിട്ട് എടുക്കുകയാണ്. ഇവിടെ നമ്മുടെ പിങ്ക് ആണെങ്കിൽ ന്യൂസ് റിപ്പോർട്ടേഴ്സിനൊക്കെ റിപ്പോർട്ട് കൊടുത്തോണ്ടിരിക്കുകയാണ്. അവള് ഒരു പ്രസ് മീറ്റ് ഓർഗനൈസ് ചെയ്തേക്കാണ്. അപ്പൊ ഇവളങ്ങോട്ട് വരുന്നത് വളരെ ദയനീയമായ ഒരവസ്ഥയിലാണ് കേട്ടോ. ഒരുപാട് മുറിവുകളൊക്കെ ഉണ്ട്. അപ്പൊ ഇവരോട് പറയുന്നത് യൂൻഹയാണ് എൻബ്യോളിനെ തട്ടിക്കൊണ്ട് പോയെന്നാണ്. യൂൻഹെ തന്റെ മകളെ ഉപയോഗിച്ച് എൻബ്യോളിനെ അവളുടെ വീട്ടിലേക്ക് കൊണ്ടുപോകുന്നു. ഇതറിഞ്ഞ പിങ്ക് യൂൻഹെ അറിയാതെ എൻബ്യോളിനെ തിരിച്ച് കൊണ്ടുപോകുന്ന ടൈമില് ഇവരെ ഫോളോ ചെയ്ത് യൂൻഹെ വരുന്നു. എന്നിട്ട് ആ ഒരു ചെങ്കുത്തായ ആ ഒരു മലഞ്ചെരുവില് കൊണ്ടുപോയിട്ട് ഇവരെ കൊല്ലാൻ ശ്രമിക്കുന്നു. ഇതിനിടയില് ഈ ഒരു പിങ്ക് എൻബ്യോളിനെ രക്ഷിച്ചു. പക്ഷേ യൂൻഹെ അവിടെ നിന്ന് മറിഞ്ഞു വീണ് മരിച്ചു എന്നൊക്കെയാണ് ഇവരോട് പറയുന്നത്. അതുപോലെ തന്നെ അന്ന് ആ ഒരു കോമ്പറ്റീഷനില് റോനയുടെ ഫോണ് എൻബ്യോളുടെ പോക്കറ്റിൽ വെച്ചത് യൂൻഹയാണെന്നും മനഃപൂർവ്വം എൻബ്യോള് ആ ഒരു കോമ്പറ്റീഷനിൽ തോൽക്കാൻ വേണ്ടിയാണ് അവൾ അങ്ങനെയൊക്കെ ചെയ്തതൊക്കെ പിങ്ക് പറയുകയാണ്. ലോഗൻ ആയിരുന്നല്ലോ പിങ്കിനെ ഇങ്ങോട്ടേക്ക് ഒരു സീക്രട്ട് ഏജന്റ് ആയിട്ട് കൊണ്ടുവന്നത്. അത് സ്യോജിന്റെ കാര്യങ്ങളെല്ലാം നിരീക്ഷിക്കാൻ വേണ്ടിയായിരുന്നു. പക്ഷേ ഇതെല്ലാം ഒരു പുതിയ കഥയാക്കി പിങ്ക് റിപ്പോർട്ടേഴ്സിനോട് പറയുകയാണ്.
എന്നെ ലോകം ലിയാണ് ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നത് അത് എൻബിയോളിനെ നശിപ്പിക്കാൻ വേണ്ടിയായിരുന്നു. അവളുടെ ശബ്ദം എന്നേക്കുമായിട്ട് ഇല്ലാതാക്കാൻ വേണ്ടി യൂൻഹെനെ കൊണ്ട് ഈ ഒരു എൻബിയോളിന് ഡ്രഗ്സ് ഒക്കെ കൊടുക്കുമായിരുന്നു. ഒരുപാട് എൻബിയോളിനെ ടോർച്ചർ ചെയ്യാൻ അവള് എന്നോട് ആവശ്യപ്പെടായിരുന്നു. പക്ഷേ എൻബിയോള് എനിക്കെന്റെ സ്വന്തം മകളെ പോലായിരുന്നു. അവര് എത്രത്തോളം പണം തന്നാലും എനിക്ക് അത് വാങ്ങാൻ സാധിക്കില്ലായിരുന്നു. എന്തൊക്കെ എൻബിയോള് കള്ള കഥകള് ഇവരോട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഈ ഒരു ന്യൂസ് ഒക്കെ നമ്മുടെ സ്യോജൻ ഇങ്ങനെ കണ്ടോണ്ടിരിക്കുകയാണ്. അവൾക്കും സുറിയോനും വളരെ നന്നായിട്ട് അറിയാമല്ലോ എൻബിയോളിനെ തട്ടിക്കൊണ്ട് പോയത് ഈ ഒരു പിങ്കാണെന്നൊക്കെ. ഈ ഒരു ടൈമില് ഇവളെ കാണാനായിട്ട് നമ്മുടെ സുറിയോൻ എത്തിയിരിക്കുകയാണ്. അപ്പൊ ഗായ്സ് നമുക്ക് ബാക്കിയൊക്കെ അടുത്ത പാട്ടിൽ കാണാം അല്ലേ? സ്റ്റേ ട്യൂൺഡ്.